ഓക്കെ, ഹലോ എവരിവൺ. അങ്ങനെ ഈ സെമസ്റ്ററിലെ ലാസ്റ്റ് സബ്ജക്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ബിസിനസ് ലോ. വലിയൊരു പേപ്പറാണ്, കാര്യം 6 മൊഡ്യൂളുള്ള വേറെ ഒരു സബ്ജക്റ്റ് നമുക്ക് ഇല്ലായിരുന്നല്ലേ. ലോ ആയതുകൊണ്ട് തന്നെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. പഴയതുപോലെ ബ്ലോക്ക് വൈസ് പോകുന്നില്ല. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇപ്പോൾ നോക്കി ഒരു 10 ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊതുവേ ചോദിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യനൊക്കെ. ഏറ്റവും ബേസിക്കലി എന്താണ് ബിസിനസ് ലോ ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ പാർട്ട്ണർഷിപ്പ് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. ഈ ബ്ലോക്കിൽ തന്നെ ഈ കോൺട്രാക്റ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ വരാറുണ്ട്. പിന്നെ ബാങ്കിങ്ങിൻ്റെ ഒരു കോഡുണ്ട്. ബാങ്കിൻ്റെ ഒരുപാട് ലോ ഉണ്ട്. ബാങ്കിൻ്റെ ഒരു കോഡുണ്ട്. ഇൻസോൾവൻസിയുടെ കാര്യങ്ങൾ പറയുന്ന ആ കോഡ് ചോദിക്കാറുണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, നമ്മുടെ കോപ്പി റൈറ്റ് പോലത്തെ സാധനങ്ങളുണ്ടല്ലോ, അത് അത്യാവശ്യം എളുപ്പത്തിൽ പഠിക്കാനും എഴുതാനും പറ്റുന്ന സാധനമാണ്. പിന്നെ എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ലോ എന്താണ്, അതിൻ്റെ ഫ്രെയിം വർക്ക് എന്താണെന്ന് ചോദിക്കാറുണ്ട്. കമ്പനീസ് ആക്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഡേറ്റ പ്രൈവസിയെക്കുറിച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, പിന്നെ ഫിറ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓടിച്ച് നോക്കാം. ഇത്ര സമയമില്ല, ഉള്ള സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബിസിനസ് ലോ ആൻഡ് ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള പരിപാടി നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, ബിസിനസ് ലോ ഇസ് ദ പോർഷൻ ഓഫ് ദ ലീഗൽ സിസ്റ്റം വിച്ച് ഗ്യാരണ്ടീസ് ആൻ ഓർഡർലി കണ്ടക്ട് ഓഫ് ബിസിനസ് അഫയേഴ്സ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് ലെജിറ്റിമേറ്റ് ഡിസ്പ്യൂട്ട്സ് ഇൻ ജസ്റ്റ് മാനർ. അതായത് നമ്മുടെ ഹോൾ ലീഗൽ സിസ്റ്റം ഉണ്ട്. അതായത് നമുക്കൊരു വലിയൊരു ലീഗൽ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ഒരു പാർട്ട്, ആ പാർട്ട് എന്തിനാണ് ഡീൽ ചെയ്യുന്നത്? വിച്ച് ഡീൽസ് വിത്ത് ഗ്യാരൻറ്റിക്ക് ആൻഡ് ഓർഡർലി കണ്ടക്ട് ഓഫ് ബിസിനസ് അഫയേഴ്സ്. പ്രോപ്പറായിട്ട് ബിസിനസ് നടന്നു പോകുന്നെന്നും ബിസിനസ്സിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ന്യായമായ രീതിയിൽ ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള രീതിയിൽ സെറ്റിൽ ചെയ്യുന്നെന്ന് ഉറപ്പാക്കുന്നതാണ് എന്തിൻ്റെ ഉദ്ദേശം? ബിസിനസ് ലോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോയ്ക്കകത്ത് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു പാർട്ട് ഓഫ് ലോയിന്, അല്ലെങ്കിൽ ഒരൊറ്റ ലോ അല്ല, ഒരുപാട് ലോയിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബിസിനസ് ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരൊറ്റ നിയമമായിരിക്കത്തില്ല ബിസിനസ്സിൻ്റെ കാര്യം സംസാരിക്കുന്നത്. കാര്യം പല ടൈപ്പ് ബിസിനസ് ഉണ്ട്, ഓരോന്നിനെ പോയി സംസാരിക്കുന്ന ഓരോന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു പിന്നെ നിയമങ്ങൾ, അങ്ങനെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ നിയമങ്ങളെയും ടോട്ടലായിട്ട് സമ്മേറ്റീവായിട്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബിസിനസ് ലോ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. സാധാരണ നമുക്ക് ഊഹിച്ച് എഴുതാനുള്ള സാധനങ്ങളേ ഉള്ളൂ. എന്താണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് സഹായിക്കുന്നു, എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടതെന്നുള്ളതിന് ഒരു കോമൺ പ്രൊസീജിയർ കൊണ്ടുവരുന്നു, നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നു, റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളാക്കാൻ ചെയ്യുന്നു, പിന്നെ ഫ്രോഡ് കാണിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നു, എത്തിക്കൽ കണ്ടക്ട് ഉറപ്പാക്കുന്നു. അങ്ങനെ നമുക്ക് കൈനീട്ടൊക്കെ എഴുതാൻ പറ്റുന്ന സാധനങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, പിന്നെ ഒരു കണ്ട കാര്യമാണ് സോഴ്സസ് ഓഫ് ബിസിനസ് ലോ. അധികം ചോദിച്ച് കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ ബിസിനസ് ലോയുടെ പേപ്പർ എന്ന നിലയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അത് ജസ്റ്റ് ഒരു കൗതുകം തോന്നും നമുക്ക് ഉണ്ടെന്ന് പറയുന്നതേ ഉള്ളൂ. എവിടെ നിന്നൊക്കെയാണ് ബിസിനസ് ലോ വരുന്നത്? നമ്മൾ വിചാരിക്കും പോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമല്ല ലോ വരുന്നത്. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഉറപ്പായിട്ടും ലോ വരുന്നത് ഇവിടെ തന്നെയാണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെയാണ്. രണ്ടാമത്, പിന്നീട് നമ്മൾ ഈ പാർലമെൻറ്റ് വഴി പാസ്സാക്കുന്ന നിയമങ്ങളുണ്ട്. മൂന്നാമത്, കേസുകളുണ്ടല്ലേ. ഓരോ കേസുകളും ഓരോ പ്രത്യേക പ്രൊസീജിയറിനൊക്കെ കാരണങ്ങളായി മാറും. ഇപ്പം നമ്മൾ ഗാർണർ വേഴ്സസ് എന്ന് പറയുന്ന റൂൾ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ റൂൾ പഠിക്കുന്നത്? ഒരു പ്രത്യേക പരിപാടി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന ചിന്ത വന്നത് ആ കേസിൻ്റെ വിധിയിലൂടെയാണ്. അപ്പോൾ അതുപോലെ പല കേസുകളുടെ വിധിയും എന്തായി മാറാം? നിയമത്തിനുള്ള അല്ലെങ്കിൽ ബിസിനസ് ലോയ്ക്കുള്ള സോഴ്സായി മാറാം. പിന്നെ കസ്റ്റമുകളുണ്ട്. കസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവേ നമ്മൾ ഇടപെടുന്ന ഒരു രീതിയുണ്ട് എല്ലാ പരിപാടിക്കും. ആ ഒരു രീതി എന്തായിട്ട് മാറാം? നമ്മുടെ റൂളായിട്ട് മാറാറുണ്ട്. പിന്നെ ട്രീറ്റീസ്, നമ്മളെന്തെങ്കിലും ഈ എഗ്രിമെൻറ്റുകളൊക്കെ വയ്ക്കുമ്പോൾ ആ എഗ്രിമെൻറ്റിൽ പറയുന്ന കണ്ടീഷൻസ്, ഗവൺമെൻറ് ഇറക്കുന്ന പോളിസീസ്, ഇതെല്ലാം എന്താണ്? ബിസിനസ്സിൻ്റെ നിയമങ്ങളായി മാറാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. സിമ്പിളാണെന്ന് ജസ്റ്റ് അത് മനസ്സിലുണ്ടാവട്ടെ. അധികം ചോദിച്ച് കണ്ടിട്ടില്ല, ഒന്ന് കണ്ടുകൊണ്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്തായാലും നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാതിരിക്കില്ല. ഓക്കെ, നമുക്ക് തുടർന്ന് നോക്കാം. ലോ കോണിൽ പിന്നെ കണ്ടൊരു സാധനമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ലോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾ? ഫസ്റ്റ് പറയുന്നു ലോ ആൻഡ് മൊറാലിറ്റി. ബിസിനസ് ലോ എന്ത് ഇൻഷുർ ചെയ്യുന്നു? നിയമപരമായിട്ടും മോറൽ പരമായിട്ടും ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മോറൽ ഇൻ ദ സെൻസ് എന്താ പറയുക, ന്യായം എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ
ന്യായപരമായി നോക്കിയാൽ എഴുതി വെച്ചിരിക്കുന്ന നിയമപരം നോക്കിയാൽ ശരിയായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് എന്ത് ഉറപ്പാക്കണം? ബിസിനസ് ലോ ഉറപ്പാക്കണം. അപ്പോൾ ഒരു ലോയിനെ ബിസിനസ് ലോ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വരേണ്ട പ്രത്യേകതകളാണ്, അതിന് വരേണ്ട മേജർ ഫീച്ചേഴ്സിനാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ്സിൻ്റെ അകത്ത് അത് എന്ത് കൊണ്ടുവരണം, എത്തിക്സ് കൊണ്ടുവരണം എന്നുള്ളതാണ്. എല്ലാവർക്കും കോമണായിട്ട് ആപ്ലിക്കബിൾ ആവുന്ന, എല്ലാ ബിസിനസ്സിനും കോമണായിട്ട് ആപ്ലിക്കബിൾ ആവുന്ന സാധനങ്ങളായിരിക്കണം. പിന്നെ നാച്ചുറൽ ലോയിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നാച്ചുറൽ ലോയിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, എഴുതി വച്ചേക്കുന്ന നിയമത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പൊതുവേ നമുക്ക് ശരിയെന്ന് അറിയാമെന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ ശരികൾക്ക് ഒരു താങ്ങ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ലോ പോകേണ്ടത്. പിന്നെ പറയുന്നത് കോൺട്രാക്ച്വൽ പ്രിൻസിപ്പിൾ, ഒരു കോൺട്രാക്റ്റിൻ്റെ നിയമസാധുത പറയുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ പിന്നെ ലോ എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് എന്താണെന്നൊക്കെ പഠിക്കാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട്, നോക്കി. ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു ഓഫർ വയ്ക്കുന്നു. ഓക്കെ, ഒരാൾ ഓഫർ അങ്ങോട്ട് വയ്ക്കുന്നു, ഒരാളുടെ വേറെ രണ്ട് തുമ്പി വയ്ക്കുന്നു. ഇയാൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി? എഗ്രിമെൻ്റായി മാറി. ഈ എഗ്രിമെൻറ്റിന് നമ്മുടെ ഇന്ത്യയുടെ കോൺട്രാക്റ്റ് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് വാലിഡിറ്റി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ, ഇത് വാലിഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്തായി മാറും? അതൊരു കോൺട്രാക്റ്റായി മാറും. അപ്പോൾ ലീഗലി വാലിഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റുകളാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്ന കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. എഗ്രിമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാലോ, ഒരാൾ ഓഫർ ചെയ്തു, മറ്റൊരാളുടെ മുമ്പിൽ അയാൾ ഓഫർ അക്സെപ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എഗ്രിമെൻ്റ് എന്ന് വിളിക്കുന്നത്. ഒരു ഐഡിയ കിട്ടിയത് വിശ്വസിക്കുന്നു. പിന്നെ ഇക്വിറ്റി ഉണ്ടാവണം, ഫെയർനെസ് ഉണ്ടാവണം, ഇതൊക്കെ കോമൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ. അത് ഒരു നിയമം എന്ന് പറയുമ്പം എന്തൊക്കെ പ്രത്യേകതകൾ കാണണമെന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളാണ്, പക്ഷേ ഞാനൊന്നും പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല, ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ബിസിനസ് ലോയുടെ അകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മേജർ ആക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. വർഷങ്ങൾ അറിയാമെങ്കിൽ മാത്രം എഴുതുക, ഇല്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, പഠിക്കുന്നത് നല്ലതാണ്, ഓർമ്മ നിൽക്കുന്നവർ മാത്രം എഴുതുക. പിന്നെ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്, സെയിൽസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ചെക്ക് പോലത്തെ സാധനങ്ങളൊക്കെ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കറിയില്ല പാർട്ണർഷിപ്പിനെ കുറിച്ച് നമ്മൾ വിചാരിക്കും പോലെയല്ല, സാധാരണക്കാർ വിചാരിക്കും പോലെയല്ല, വലിയൊരു സ്കോപ്പുണ്ട് പാർട്ണർഷിപ്പിനകത്ത്. കള്ളത്തരം കാണിക്കാനും നല്ലപോലെ കൊണ്ടുപോകാം. ഓക്കെ, പാർട്ണർഷിപ്പിൻ്റെ തന്നെ മോഡിഫൈഡ് ഫോമാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട്, ഏറ്റവും റീസെൻ്റ് ആണത്. പിന്നെ കമ്പനീസ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ കോംപ്ലിക്കേറ്റഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കുറേ അല്ലാത്ത ടാക്സിൻ്റെയും ഫിനാൻസിൻ്റെയും ഒക്കെ ലോസ് കാണും. വളരെ ഇമ്പോർട്ടൻ്റ് ഈ ആദ്യം പറഞ്ഞ സാധനങ്ങളാണ്. കമ്പനീസ് ആക്ട്, പാർട്ണർഷിപ്പ് ആക്ട് ഒക്കെ അങ്ങോട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആദ്യം നോക്കുന്ന പാർട്ണർഷിപ്പ് ആക്റ്റാണ്. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, മറ്റൊന്ന് പോലെയൊക്കെ നോക്കിപ്പോൾ പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു അഗ്രീ ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ക്യാരീഡ് ഓൺ ബൈ ആൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ആൾ. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്? ബന്ധമാണ്. ആരൊക്കെ തമ്മിലുള്ള, ഒന്നിലധികമോ ആൾക്കാർ തമ്മിലുള്ള ബന്ധമാണ്. എന്താണ് ഈ ബന്ധം? ഒരു ബിസിനസ്, ഓക്കെ, ഒരു ബിസിനസ് ഇതിൽ എല്ലാവരും ചേർന്നോ അതോ ഈ ബിസിനസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളോ എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. ഓക്കെ, ഈ ബിസിനസ്സിൽ നിന്ന് ഇവർക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. ഈ പ്രോഫിറ്റിനെ ഇവർ നേരത്തെ അംഗീകരിച്ചിട്ടുള്ള റേഷ്യോയിൽ തമ്മിൽ ഷെയർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഒന്നിലധികമോ ആൾക്കാർ തമ്മിൽ, ഒന്നല്ല രണ്ടിലധികമോ തമ്മിൽ ആൾക്കാർ തമ്മിലുള്ള ബന്ധം. അവരൊരു എന്താണ് ആ ബന്ധം? അവരൊരു ബിസിനസ് നടത്തുന്നു. ഈ ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്നവരെല്ലാം ചേർന്നാവാം, ഒരാൾ ഒറ്റയ്ക്കാവാം, അതൊന്നും പ്രശ്നമല്ല. എന്നാലും അവർക്കൊരു ബിസിനസ് ഉണ്ട്. ഈ ബിസിനസ്സിൽ നിന്ന് റൈസ് ചെയ്യുന്ന പ്രോഫിറ്റ് ഇവർ നേരത്തെ എഗ്രി ചെയ്ത റേഷ്യോയിൽ എന്ത് ചെയ്യാം? വീതിച്ചെടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിനാണ് പാർട്ണർഷിപ്പ് എന്ന് നമ്മുടെ നിയമം വിളിക്കുന്നത്. ഇവരെ ഇൻഡിവിജ്വലായിട്ട് പാർട്ട്നേഴ്സ് എന്നും കളക്റ്റീവായിട്ട് ഫേം എന്നും വിളിക്കും. ഓക്കെ, ഇവരെ ബിസിനസ്സിൻ്റെ ഫേമിൻ്റെ പേരായിരിക്കും ഫേമിൻ്റെ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇതുകൊണ്ട് നിങ്ങൾക്ക് പാർട്ണർഷിപ്പിനെ കുറിച്ച് എവിടെ എഴുതാം. മിനിമം 2 ആൾക്കാർ വേണം, ഇവരുടെ ഒരു എഗ്രിമെൻറ്റ് വേണം, പ്രോഫിറ്റ് ഷെയർ ചെയ്യാം എന്നുള്ളൊരു റേഷ്യോ വേണം, ഒരാളായിരിക്കാം ബിസിനസ് നടത്തുന്നത്, ഇല്ലെങ്കിൽ എല്ലാവരും ചേർന്നാവാം, ഡിപ്പെൻസ്. എന്താണ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്ത് എല്ലാ പാർട്ട്നേഴ്സിനും എന്താണ്, അതായത് നമ്മളെ പാർട്ണർഷിപ്പിൻ്റെ പേരിൽ ആരെന്ത് ചെയ്താലും എല്ലാവരും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. ആ ഫേമിൻ്റെ പേരിലാണോ നടന്നിട്ടുണ്ടെങ്കിൽ
എല്ലാവരും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. പ്ലസ് ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു, പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണെന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ നമ്മൾ 4 പേരുണ്ട്, ഓരോരുത്തരും 10,000 വെച്ചിട്ടു 40,000 രൂപ കിട്ടി. 40,000 വെച്ച് നമ്മളൊരു ബിസിനസ് തുടങ്ങി. നമ്മുടെ ബിസിനസ് എന്ത് ചെയ്തു? 1,00,000 രൂപയുടെ കടം ഉണ്ടാക്കി വെച്ചു. ഓക്കെ, നമ്മൾ 40,000 മുടക്കിയിട്ടുള്ളൂ. നമ്മൾ ഈ 1,00,000 രൂപയുടെ കടം നമ്മൾ വീട്ടേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഞാൻ 40,000 മുടക്കിയുള്ളൂ, എൻ്റെ 10,000 രൂപ ഇതിനു വേണ്ടി ചിലവഴിക്കട്ടെ, അല്ലാതെ അധികം ഒന്നും ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്ന് ഈ 1,00,000 രൂപ അടച്ചു തീർക്കേണ്ടി വരും. അതാണ് പറയുന്നത് ബിസിനസ്സിൽ. അത് പാർട്ണർഷിപ്പ് ഫേം ആകുമ്പോൾ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. ഈ പറഞ്ഞ പോലെ ഇത്ര രൂപ ഞാനിപ്പോൾ 10,000 രൂപയുടെ ഷെയറേ എനിക്ക് ഈ ബിസിനസ്സിലുള്ളൂ, 10,000 രൂപ ഈ ബിസിനസ്സിന് വേണ്ടി മുടക്കൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഫേം കടം ഉണ്ടാക്കി വെച്ചാൽ അത് മീറ്റ് ചെയ്യാൻ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. അതാണ് ഒരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ പാർട്ണർഷിപ്പ് ഒരു ടൈപ്പൊക്കെ പറയുന്നുണ്ട്, ചിലത് ഡിസ്കസ് ചെയ്യുന്നില്ല, അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ നോക്കാം. ഓക്കെ, സമയത്ത് നോക്കാം. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, 2 അല്ലെങ്കിൽ 2-ലധികം ആൾക്കാർ തമ്മിൽ റിലേഷനാണല്ലോ. ഈ റിലേഷൻ അവർ എഴുതി സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എഴുതി വയ്ക്കുന്ന എഗ്രിമെൻറ്റിനാണ് എന്തെന്ന് വിളിക്കുന്നത്? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാണാം? ഈ പറഞ്ഞ പോലെ കമ്പനിയുടെ പേര് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു, എത്ര കാലത്തേക്കാണ് വന്നത്. ഓക്കെ, ചിലപ്പോൾ ചെറിയൊരു പീരീഡിന് വേണ്ടി തുടങ്ങിയ പാർട്ണർഷിപ്പ് കൊണ്ട ടൈപ്പാണ്. ഓക്കെ, പിന്നെ മെമ്പേഴ്സിൻ്റെ ഈ പാർട്ട്നേഴ്സിൻ്റെ പേര് എന്തൊക്കെയാണ്, അവരുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അവർ എത്ര രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, എത്ര രൂപ അവർ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യും, ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യും, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഈ ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സും പാർട്ട്ണർഷിപ്പിൻ്റെ ടൈപ്പും ചോദിച്ച് കണ്ടിട്ടുണ്ട്. പാർട്ട്നേഴ്സിൻ്റെ ടൈപ്പ് 2 പറയുന്നത് പാർട്ട്നേഴ്സ് ബൈ വെർച്യൂ ഓഫ് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റും പാർട്ട്നേഴ്സ് ബൈ ഹോൾഡിംഗ് ഔട്ട്. ഈ വെർച്യൂ ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് സാധാരണ പറയുന്ന പോലെ തന്നെ എഗ്രിമെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പാർട്ട്നേഴ്സാണ്. ഹോൾഡിംഗ് ഔട്ടിൻ്റെ കാര്യം അങ്ങനെയാണ്. അയാൾ എന്തല്ല, പാർട്ട്ണറല്ല, അയാൾ നാട്ടുകാരുടെ അടുത്ത് ഞാൻ പാർട്ട്ണറാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്, കള്ളത്തരം കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എടുത്ത് പറയാനുള്ള കാര്യം നിയമം പറയുന്നുണ്ട്. നിയമത്തിൽ അയാളെയും പാർട്ട്ണറായിട്ട് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അയാൾ ഞാൻ ഈ കമ്പനിയുടെ പാർട്ട്ണറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എന്തെങ്കിലും കള്ളത്തരം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി അയാളുടെ പേരിലും വരും. അല്ലെങ്കിൽ കമ്പനി മാത്രമല്ല, അയാളും അതിൻ്റെ ലയബിലിറ്റി അനുഭവിക്കണം എന്നാണ് നിയമം പറയുന്നതുകൊണ്ടാണ് ഹോൾഡിംഗ് ഔട്ടിൻ്റെ കാര്യം എടുത്ത് പറയുന്നത്. പിന്നെ അല്ലാതെ പാർട്ട്നേഴ്സ് ടൈപ്പ് പറയുന്നുണ്ട്. ആക്റ്റീവായിട്ടുള്ള സാധാരണ പാർട്ട്നേഴ്സ് ഉണ്ട്, എല്ലാ കാര്യത്തിലും ഇടപെടുകയും പൈസ മുടക്കുകയൊക്കെ ചെയ്യുന്നത്. സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് ഉണ്ട്, പൈസ ഇൻവെസ്റ്റ് ചെയ്യും, എന്നാൽ അതിൻ്റെ ഫങ്ഷനിങ്ങിൻ്റെ ഒരു വിധത്തിൽ ഇടപെടത്തില്ല. നിങ്ങൾ എങ്ങനെയോ ചെയ്യുന്നുണ്ടോ, പൈസ ഞാൻ തരാം, ഞാൻ പിന്നെ വിളിയിൽ കാണത്തില്ല എന്നുള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ്. പിന്നെ നോമിനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഒരു പാർട്ട്ണറിൻ്റെ രൂപത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ, അയാൾ യഥാർത്ഥത്തിൽ എന്തല്ല ബിസിനസ്സിനകത്ത് യാതൊരുവിധ പണിയും ചെയ്യുന്നില്ല. പക്ഷേ പബ്ലിക്കിൻ്റെ കണ്ണിൽ അയാൾ എന്താണ്, പാർട്ട്ണറാണ്. ഇതുപോലെ പറഞ്ഞു പറ്റിക്കുന്നില്ല, ഹോൾഡിംഗ് ഔട്ട് പോലെ പറഞ്ഞു പറ്റിക്കുന്നില്ല, ബിസിനസ്സിൻ്റെ ഒരു പാർട്ടായിട്ട് തോന്നിപ്പിക്കുന്നു, എന്നാൽ എന്തല്ല, ബിസിനസ്സിൻ്റെ പാർട്ടല്ല. പിന്നെ പാർട്ട്നേഴ്സ് ഇൻ പ്രോഫിറ്റ് ഉള്ളത് എഗ്രിമെൻ്റ് അവർ പറയുന്നതാണ്. ബിസിനസ്സിനകത്ത് ലോസ് ഉണ്ടായാൽ നമ്മൾ സഹിക്കില്ല, പക്ഷേ ബാക്കി എല്ലാവരും തരുന്നേക്കാളും നല്ലൊരു ക്യാപിറ്റൽ തുക ഞാൻ തരാം എന്നും പറഞ്ഞിട്ട് പാർട്ട്ണറാവുന്ന ആൾക്കാരുണ്ട്. അവർ എഗ്രിമെൻ്റത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അയാൾ ലോസ് സഹിക്കേണ്ട, ബാക്കിയുള്ളവരെല്ലാവരും കൂടെ എന്ത് ചെയ്തോളാം, അയാളുടെ ലോസ് സഹിച്ചോളാം. എന്നാൽ പ്രോഫിറ്റ് വരുമ്പോൾ അയാൾക്കും പ്രോഫിറ്റ് തിരിച്ചു കൊടുക്കും. പിന്നെ സബ് പാർട്ട്നേഴ്സ് ഉണ്ട്. നമ്മൾ വീട് വാടകയ്ക്ക് എടുത്തിട്ട് സബ്ലെറ്റിങ്ങിന് കൊടുക്കാറില്ലേ, അതുപോലെയാണ് ഈ സബ് പാർട്ണർ. സബ് പാർട്ണർ ഒരു പാർട്ട്ണറുടെ പാർട്ട്ണറാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 4 പേര് ചേർന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങി വിചാരിച്ചോ. എല്ലാവരും ഒരു തീരുമാനത്തിൽ എത്തി, ഓക്കെ എല്ലാവരും എന്ത് ചെയ്യണം, 25,000 വെച്ച് ഇടണം, എന്നാലും നമുക്ക് 1,00,000 എത്തത്തുള്ളൂ. 1,00,000 ഉണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇയാൾക്ക് എന്ത് ചെയ്യാൻ, ഇയാളൊരു 15,000 ഉള്ളൂ, 10,000 ഇവിടെ നിന്ന് കിട്ടണം. ഇയാൾ കടം വാങ്ങാൻ നിൽക്കുന്നില്ല, പകരം വേറൊരാളുടെ എന്ത് ചെയ്യുന്നു, നിന്നെ ഞാൻ എൻ്റെ സബ് പാർട്ട്ണറായിട്ട് വെച്ചേക്കാം, എനിക്ക് 10,000 തായോ, ഞാൻ 25,000 ആയിട്ട് കൂടി ഇൻവെസ്റ്റ് ചെയ്തോളാം. ബിസിനസ്സിൻ്റെ എത്ര പേരേ ഉള്ളൂ, ഈ 4 ഓണേഴ്സേ ഉള്ളൂ. എന്നാൽ ഇയാൾക്ക് കിട്ടുന്ന തുക ഇയാളും എടുക്കണം, ആ സബ് പാർട്ട്ണറിനെ വീതിച്ച് കൊടുക്കണം. അവരുടെ ഒരു ഇൻറ്റേർണൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് പാർട്ട്നേഴ്സ് ടൈപ്പ് വരുന്നത്. പിന്നെ മൈനറിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞു വെച്ചേക്കുക. മൈനറിന് എങ്ങനെ ആവാം, പാർട്ട്ണർ ആവാൻ പറ്റും, നമ്മളൊരു നോമിനിയായിട്ട് പുള്ളി വയ്ക്കുമ്പോഴോ, അല്ലെങ്കിൽ മൈനറിനെ തന്നെ നമുക്ക് ഒരു ഇതായിട്ട് വയ്ക്കാം. പക്ഷെ എന്തല്ല, നിയമപരമായിട്ട് പുള്ളി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള പിന്നെ അധികാരമില്ല മൈനർക്ക്.
മൈനറിൻ്റെ കേസ് വേറെ അല്ലാതെ ഇൻ കോൺട്രാക്റ്റ് ആക്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി പാർട്ട്ണർഷിപ്പിൻ്റെ ടൈപ്പുകളുണ്ട്. പാർട്ട്ണർഷിപ്പ് ടൈപ്പ് നോക്കാം. ഏതൊക്കെയാണ്? പാർട്ണർഷിപ്പ് അറ്റ് വില്ലും പറയുന്നുണ്ട്, പെർട്ടിക്കുലർ പാർട്ണർഷിപ്പ് പറയുന്നുണ്ട്. പാർട്ണർഷിപ്പ് അറ്റ് വില്ല് എന്താണ്? നമ്മൾ സാധാരണ പറഞ്ഞ പാർട്ണർഷിപ്പാണ്. അതൊരു എന്താ പറയുക, അൺഎൻഡിങ് ആയിട്ടുള്ളൊരു ബിസിനസ് ആയിരിക്കും. എന്നാൽ പെർട്ടിക്കുലർ പാർട്ണർഷിപ്പ് അങ്ങനെയല്ല. ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി തുടങ്ങിയ പാർട്ണർഷിപ്പ് ആയിരിക്കും. ആ പർപ്പസ് തീരുന്നതോടെ ആ പാർട്ണർഷിപ്പ് അവസാനിക്കുന്നു. ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ സീ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 2 കമ്പനികൾ പാർട്ണർഷിപ്പിൽ ഏർപ്പെടും. അത് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു ഒറ്റ ബിസിനസ്സായിട്ട് നിലനിൽക്കണമെന്നൊന്നുമില്ല. അവരുടെ ഒരു പർപ്പസ് ഉണ്ട്, അത് കംപ്ലീറ്റ് ആകുമ്പോൾ അവരതെന്ന് വെച്ച് നിർത്തും. എന്നാണ് ബേസിക്കലി 2 ടൈപ്പ് ഓഫ് പാർട്ണർഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്ന് പോയി നോക്കിയിട്ട് പറഞ്ഞത്. ഇനി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്, അതും കൂടെ നോക്കാം. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ, ഒരു പാർട്ടായി കഴിഞ്ഞാൽ, ഒരു പാർട്ട്ണറായിട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന്, ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള അധികാരം അയാൾക്കുണ്ടാവും. പിന്നെ റൈറ്റ് ടു ബി കൺസിഡർ, ഒരു തീരുമാനം എടുക്കുന്ന മുമ്പ് അയാളുടെ അഭിപ്രായം കൂടെ ചോദിക്കണം എന്ന് പറയാനുള്ള അധികാരം അയാൾക്കുണ്ടാവും. ഇതൊന്നും വെറുതെ നമ്മൾ പണ്ട് സാധാരണ നമ്മൾ ഈ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ചെയ്യുമ്പോൾ പഠിക്കുന്നവരെ പഠിക്കുന്നതല്ല, കൃത്യം സെക്ഷൻസ് സഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താ? ഇത് നിയമം പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ അയാൾക്ക് എന്തുണ്ടാവും? നമ്മുടെ കമ്പനിയുടെ ബുക്കുകളിലേക്കുള്ള അക്സസ് ആണ്. ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ അക്കൗണ്ടുകളുണ്ടല്ലോ, എത്ര രൂപ വന്നു എത്ര രൂപ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് എപ്പോഴും അയാൾക്ക് പരിശോധിക്കാനുള്ള അധികാരം ഉണ്ടാകും. അയാളുടെ അനന്തരാവകാശികൾക്ക് എന്തുണ്ടാവും? ഇപ്പം നിലവിലയാൾക്ക് എന്തുണ്ടോ അതിൻ്റെ മേലൊരു, അല്ലെങ്കിൽ അയാൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അയാളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും? അയാൾക്ക് തുല്യമായ അവകാശം കൊടുക്കേണ്ടതുണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും പ്രോഫിറ്റിനെ എങ്ങനെയാണ് ഒരു ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ആ റേഷ്യോയിൽ ഷെയർ കിട്ടാനുള്ള അധികാരമുണ്ട്. എന്തെങ്കിലും അഡ്വാൻസ് ഇയാൾ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇയാൾ കൊടുത്ത ക്യാപിറ്റലിന് പുറമെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇൻട്രസ്റ്റ് കിട്ടണം. അയാൾ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും അയാൾക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതായത് ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ 10,000 ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തു ബിസിനസ്സിൻ്റെ അകത്ത്. ആ വർഷം പ്രോഫിറ്റ് ഒരു 5,000 രൂപ കിട്ടി. നമ്മൾ 2 പേരുണ്ട്. എനിക്ക് 2,500, അവൻ 2,500 കൊടുത്തു. ഈ 2,500 പുറമെ ഞാൻ ഈ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് എന്ത് കിട്ടണം? എല്ലാ വർഷവും എനിക്ക് എന്ത് കിട്ടണം? 10% ഇൻട്രസ്റ്റും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രോഫിറ്റ് ഷെയറിന് പുറമെ എനിക്ക് എന്ത് കിട്ടും? ഈ 10,000-ൽ 10% കൂടെ കിട്ടും. ബിസിനസ് പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രമേ ഇത് നോക്കത്തുള്ളൂ. എന്നാലും പ്രോഫിറ്റബിൾ ആണെങ്കിൽ ഈ 10,000-ൻ്റെ 10%, 1,000 എനിക്ക് തന്നിട്ട് ഈ 5,000 ഇപ്പം ഷെയർ ചെയ്തില്ല, അതിന് പകരം 4,000 എടുത്ത് നമ്മൾ 2,000 ആയിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. പിന്നെ റൈറ്റ് ടു ബി ഇൻഡെമിനിഫൈഡ് എന്നിട്ട് ഓയിൽ പറയുന്നത് ടു മേക്ക് ഗുഡ് എന്നാണ്. നമ്മൾ ഈ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ എന്താ പറയുക, അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇയാളൊരു പേയ്മെൻറ്റ് ചെയ്താൽ ആ പേയ്മെൻറ്റ് തിരിച്ച് ബിസിനസ്സിൽ നിന്ന് എടുക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. അത്രയേ ഉള്ളൂ. ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇയാളൊരു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് തിരിച്ചെടുക്കാനുള്ള അവകാശം അയാൾക്കുണ്ട്. പിന്നെ പാർട്ണർഷിപ്പിൻ്റെ അകത്തുള്ള പ്രോപ്പർട്ടി ഇയാൾക്ക് യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എന്നാൽ അയാൾക്ക് മാത്രമായിട്ട് എന്താണ് അധികാരം കൊടുക്കുന്നു, മീൻസ് വീട്ടിൽ കൊണ്ട് വയ്ക്കാമെന്നല്ല, അയാൾക്കും എന്ത് ചെയ്യാം? പാർട്ണർഷിപ്പിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം എന്നൊരു റൈറ്റ് പറയുന്നുണ്ട്. ബേസിക്കലി ഇത്രയും അറിഞ്ഞേക്കാം. പിന്നെ കുറച്ച് അഡീഷണൽ റൈറ്റ്സ് പറയുന്നുണ്ട്, അതിലേക്ക് പോകുന്നില്ല. ഡ്യൂട്ടീസും കൂടെ ഒന്ന് അറിഞ്ഞേക്കാം. ഡ്യൂട്ടീസ് പറയുന്നത് ഡ്യൂട്ടി ഓഫ് ഗുഡ് ഫെയ്ത്ത്, നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക. നമ്മളെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി കാരണം ബിസിനസ്സിൽ ലോസ് ഉണ്ടായാൽ അത് നമ്മൾ നികത്തി കൊടുക്കുക. പിന്നെ ഡ്യൂ ഇൻ്റലിജൻസ് അല്ല, ഡെലിജൻസ് എന്നാണ് പറയുന്നത്. സൂക്ഷ്മതയുടെ കാര്യങ്ങൾ ചെയ്യുക, അതായത് കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പിന്നെ നമ്മുടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഡ്യൂട്ടി അക്കൗണ്ട് ഫോർ പ്രോഫിറ്റ് ആൻഡ് പെയ്ഡ് ഫോർ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് അയാളുടെ രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അത് അയാൾ ഉണ്ടാക്കിയെന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ്സിലേക്ക് തിരിച്ച് കൊണ്ടുവരണം. നമ്മുടെ ഇതായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ തന്നെ ഫേമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പാടില്ല തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കുറേ എന്തുണ്ട് റൂൾസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഡ്യൂട്ടീസാണ്. റൈറ്റ് ആൻഡ് ഡ്യൂട്ടി ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഒന്ന് നോക്കുക. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഈ ഒരു ബ്ലോക്ക് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനം ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാർട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടേണ്ട രീതി എങ്ങനെ, ഏതൊക്കെ സിറ്റുവേഷനിലൊന്നും അടച്ചു പൂട്ടേണ്ടി വരിക എന്നുള്ളതാണ്. ഒന്ന്, കോടതി പറയും നീ ഇനി വച്ച് നടത്തിക്കേണ്ട, അടച്ചു പൂട്ടിക്കൊണ്ട് വയ്ക്കുമോ, തിരിച്ചറിയണ്ട, കോടതി പറയും അടച്ചു പൂട്ടിക്കൊണ്ട് വയ്ക്കുമെന്ന്. മറ്റേത് കോടതി എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ സ്വയം വോളണ്ടറിലി ആയിട്ട് അടച്ച് പൂട്ടും. ഓക്കെ,
അപ്പോൾ ഫോഴ്സ്ഫുള്ളായിട്ട് അടയ്ക്കാം, വോളണ്ടറി ആയിട്ട് നമുക്ക് ബിസിനസ് നിർത്തിക്കൊണ്ട് പോവാം. ഫോഴ്സ്ഫുള്ളായിട്ട് അടയ്ക്കുന്നത് അവിടെ നിൽക്കട്ടെ, വോളണ്ടറി ആയിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കണം എന്താണ് ഈ ഫേം ഡിസൊല്യൂഷൻ ചെയ്യാം, അതായത് അടച്ചുപൂട്ടി ബിസിനസ് നിർത്തിക്കൊണ്ട് പോകാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? ഒന്ന്, നമ്മൾ തമ്മിലെത്തി മ്യൂച്വൽ അഗ്രിമെൻറ്റിലെത്തി, എല്ലാ പാർട്ട്നേഴ്സും പറഞ്ഞ് വേണ്ട നമുക്ക് ബിസിനസ്സിനെ തുടരണ്ട, നിർത്താമെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചെത്തി, എങ്കിൽ നമുക്ക് നിർത്തിക്കൊണ്ട് പോവാം. പിന്നെ കമ്പൽസറി ആയിട്ടും കോടതി ഓർഡർ ഇല്ല, ബട്ട് നമ്മൾ കമ്പൽസറി ആയിട്ട് നിർത്തണമെന്ന് ലോ പറയുന്നു ചില സിറ്റുവേഷനിൽ, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ആവാം, അതാവാം. പിന്നെ ചില ഇവൻറ്റ് സംഭവിച്ചു കഴിയുമ്പോൾ, അതായത് നമ്മൾ പാർട്ണർഷിപ്പ് തുടങ്ങിയത് ഒരു കാര്യം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്തു, ആ കാര്യം ഫുൾഫിൽ ചെയ്തു, നമ്മുടെ ബിസിനസ് നമ്മൾ നിർത്തുന്നു. പിന്നെ ബൈ നോട്ടീസ്, ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താം, ഇതൊക്കെയാണ് തിരിച്ച് പറയുന്നത്. ഇനി കോടതി എപ്പോഴൊക്കെയാണ് നിർത്തല എന്ന് നമ്മൾ ഭീഷണിപ്പെടുത്തി പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരാൾ ഇൻസെയിൻ ആവുമ്പോൾ, ഇൻസെയിൻ ആവുക മീൻസ് എന്താ പറയുക, നമ്മുടെ പാർട്ട്നേഴ്സിൽ ആരെങ്കിലും എന്താവാം പിന്നെ മാനസികമായിട്ട് ഒരു സമനില തെറ്റിയ വ്യവസ്ഥയിലെത്താം, അവർക്ക് എന്തായാലും പിന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള അധികാരമില്ല, അതുകൊണ്ട് നമ്മുടെ പാർട്ണർഷിപ്പ് അടച്ചു വിട്ടേണ്ടി വരും. പിന്നെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുക, ആരെങ്കിലും പെർമനൻ്റ്ലി ഇൻകേപ്പബിൾ ആവുക, ബ്രീച്ച് ഓഫ് എഗ്രിമെൻ്റ് ഉണ്ടാവുക, പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്, കണ്ടിന്യൂസ് ലോസ്, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അത് ഏറ്റവും അവസാനം പറയുന്നത് ഒറ്റ വാക്കി പറയാനുള്ള ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഗ്രൗണ്ട്, അടച്ച് പൂട്ടുന്നതാണ് ശരി എന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ കോടതി ഓർഡർ ഇടും, നമ്മൾ എന്ത് ചെയ്യണം, അടച്ചു പൂട്ടേണ്ടി വരും. ഓക്കെ, പാർട്ട്ണർഷിപ്പിൻ്റെ അകത്ത് നിന്ന് ഒരു കാര്യം കൂടെ പറയാനുള്ള LLP ആണ്. LLP എന്ന് പറയുന്ന ഒരു പുതിയ ടൈപ്പ് പാർട്ട്ണർഷിപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവരെ ഡിഫറൻസ് തന്നെ നോക്കിയപ്പോൾ കാര്യം പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് അല്ല എന്നുള്ള സാധനമാണ്. ഏറ്റവും മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടെ പറയുന്നു. 40,000 4 പേരും കൂടെ ഒരുമിച്ച് മുതൽ മുടക്കി ബിസിനസ് തുടങ്ങി, ബിസിനസ് 1 ലക്ഷത്തിൻ്റെ കടം ഉണ്ടാക്കി വെച്ചു. ഇതൊരു സാധാരണ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഈ 4 പാർട്ട്നേഴ്സും അവരുടെ വീട്ടിൽ നിന്ന് സാധനം കൊണ്ടുവന്ന് ഈ കടം വീട്ടേണ്ടി വരും. എന്നാൽ ഇതൊരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓൾ പാർട്ട്നേഴ്സ് ഹാവ് ലിമിറ്റഡ് ലയബിലിറ്റി. അവരുടെ ലയബിലിറ്റി എന്താണ്, എത്ര രൂപയാണോ ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ കൂടുതലൊന്നും അവർ എന്ത് ചെയ്യേണ്ട, ബിസിനസ്സിന് വേണ്ടി ചിലവാക്കേണ്ട ആവശ്യമില്ല. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. ഇത് കമ്പനിക്കുള്ളൊരു പ്രത്യേകതയാണ്. നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെന്ന് വാങ്ങിച്ചു, ആ കമ്പനി വലിയ നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, കൂടിപ്പോയാൽ നിങ്ങളുടെ ആ ഷെയർ കയ്യിൽ നിന്ന് പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പൈസ ഉണ്ടെന്ന് തന്നെ കടം വീട്ടറാന്ന് ആരും പറയത്തില്ല. പക്ഷേ പാർട്ട്ണർഷിപ്പിൽ അത് വരും. അതുകൊണ്ട് ആ കമ്പനിയുടെ ആ ഫീച്ചർ പാർട്ട്ണർഷിപ്പിൽ കൊണ്ടുവന്നതാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു കമ്പനി പോലെയാണ്, പക്ഷേ എന്ത് തന്നെയാണ്, പാർട്ട്ണർഷിപ്പ് ഫേം തന്നെയാണ്. ആ ഡിഫറൻസ് ഒന്ന് നോക്കണം. ആക്റ്റുകൾ വേറെയാണ്. ഓക്കെ, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 ആണെങ്കിൽ നമ്മുടെ 2008 LLP ആക്റ്റാണ്. LLP എന്ന് പറഞ്ഞൊരു കമ്പനി പോലെ, ബോഡി കോർപ്പറേറ്റ്. LLPക്ക് എന്തുണ്ട്, ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. പിന്നെ രജിസ്ട്രേഷൻ LLPക്ക് ഉറപ്പായിട്ട് ചെയ്യണം. പാർട്ണർഷിപ്പിന് വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്താൽ ഗുണങ്ങളുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. നോട്ടിച്ച് നോക്കുക, ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക LLPയെ കുറിച്ച്. ഓക്കെ, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ പറയുന്നുണ്ട്. ഇൻകോർപ്പറേഷൻ എത്ര ഡെപ്തിലേക്ക് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കി വയ്ക്കാം. ഓക്കെ, ബ്ലോക്ക് 3 ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സാധനം കോൺട്രാക്റ്റിൻ്റെ ആണ്. ഏറ്റവും റിപ്പീറ്റഡ് ഇതാണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കാം. എന്താണ് കോൺട്രാക്റ്റിനെ ഒന്നും കൂടെ പറയുന്നു. ഒരാൾ മറ്റൊരാളുടെ മുമ്പിലേക്ക് എന്ത് വയ്ക്കുന്നു, ഓഫർ വയ്ക്കുന്നു. ഈ ഓഫർ മറ്റാൾ എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്താൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എഗ്രിമെൻ്റ് ആവും. ഈ എഗ്രിമെൻ്റ് ഇനി അങ്ങോട്ട് പറയുന്ന ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനെന്തെന്ന് വിളിക്കാം. ഈ ഇങ്ങോട്ട് പറയുന്ന ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതെന്താണ്, ലീഗലി വാലിഡ് ആണ്. ലീഗലി വാലിഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, കോൺട്രാക്റ്റ് ആണ്. ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ലീഗലി വാലിഡ് ആണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം, കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ലീഗലി വാലിഡ് അല്ലെങ്കിൽ അതിനെ വോയിഡ് എന്ന് വിളിക്കും കേട്ടോ, വാക്കൊന്ന് ഓർമ്മിച്ചാൽ വോയിഡ്. ഓക്കെ, അപ്പോൾ ലീഗലി വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ബ്ലോക്ക് ഇത് മാത്രം നോക്കിയാൽ മതി എന്ന് തോന്നുന്നു. കാര്യം ഇത് മാത്രം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ളൂ, ബാക്കി നിങ്ങളുടെ സമയം പോലെ. പക്ഷേ ഇതെന്തായാലും നോക്കണം, ഉറപ്പായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം, കൺസിഡറേഷൻ ഉറപ്പായിട്ടും വേണം. കൺസിഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂസ് ആണ്. ഞാനൊരു 100 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ
100 രൂപ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവണം. അല്ലാതെ വെറുതെ പറയുന്നതിൽ എന്തില്ല, കോൺട്രാക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിയമപരമായിട്ട് അതിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. നിയമപരമായിട്ടൊരു കോൺട്രാക്റ്റിനെ എൻഫോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം? ഈ പറഞ്ഞൊരു സംഭവം വേണം. അതായത് കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ടാവാം. അതിന് ചെറിയ എക്സെപ്ഷൻസ് പറയുന്നത് നമ്മുടെ ബന്ധുക്കൾക്ക് വസ്തു എഴുതി കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ മകൾക്ക് ഇഷ്ടദാനം കൊടുക്കുന്നു, അതിനൊന്നും എന്ത് വേണ്ട, ഈ പറഞ്ഞൊരു പരിപാടി വേണ്ടായിരിക്കാം. എന്നാൽ അല്ലാത്ത പക്ഷം നമ്മളതിനെ ഈ പറഞ്ഞ പോലെ കോൺട്രാക്റ്റായിട്ട് കരുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ കൺസിഡറേഷൻ്റെ കൈമാറ്റം ഉണ്ടാവണം. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. രണ്ടാമത്തത്, ഇയാൾ എന്തായിരിക്കണം? കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റി ആർക്ക് വേണം? ഈ പറഞ്ഞ 2 പേർക്കും വേണം. 2 പേര് തമ്മിലാണ് ഈ കോൺട്രാക്റ്റ് എങ്കിൽ ഈ 2 പേർക്കും പ്രായപൂർത്തിയായിട്ടുണ്ടാവണം. പിന്നെ മെൻ്റലി പ്രശ്നമൊന്നുമില്ലാത്തവർ, ഫിനാൻഷ്യലി വലിയ പ്രശ്നമൊന്നുമില്ലാത്ത, വലിയ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്തവർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് പറയുന്നുണ്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ ക്വാളിറ്റി ആയിട്ട് പറയുന്നുണ്ട്. ആ പറഞ്ഞ ക്വാളിറ്റിയൊക്കെ ഉള്ളവരായിരിക്കണം ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾക്കാർ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് മൈനേഴ്സ്, പിന്നെ ഇൻസെയിൻ പീപ്പിൾ, ഇഡിയറ്റ്സ്, ഡ്രങ്ക് പീപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ തമാശയായിട്ട് വിചാരിക്കരുത്. നിയമത്തിന് കൃത്യ ഡെഫിനേഷൻ ഉണ്ട്. ഇഡിയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിച്ചത്, ഡ്രങ്കൺ പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തി അറിയാതെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു പോയി, ഓക്കെ, എങ്കിൽ അയാൾ ഒരു ഇഡിയറ്റ് ആണെന്ന് നിയമപരമായിട്ട് തെളിയിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു ഡ്രങ്കൺ പേഴ്സൺ ആണെന്ന് നിയമപരമായിട്ട് തെളിയിക്കാൻ പറ്റിയാൽ ആ കോൺട്രാക്റ്റ് വാലിഡ് അല്ല, വോയിഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? തടി തപ്പാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ എന്താണ്, സ്ഥിരം മദ്യപിച്ച് നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള, അപ്പോൾ എന്താണ് ഒരു ഡ്രങ്കൺ പേഴ്സൺ എന്നതിന് അയാളുടെ ശരീരത്തിലെ മദ്യത്തിൻ്റെ അളവ് വെച്ച് നമുക്കൊരു കണക്ക് കാണാം. എന്നാൽ ചുമ്മാ അല്ല നിയമം പറയുന്നത്. ഓക്കെ, ഈ പറഞ്ഞ സിറ്റുവേഷനിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെന്തല്ല, ദേ ആർ നോട്ട് ഫിറ്റ് ടു ബി പാർട്ട് ഓഫ് എ കോൺട്രാക്റ്റ്. അങ്ങനെ അല്ലാത്ത ആരൊക്കെ ആണെങ്കിലും എന്താവാം? കോൺട്രാക്റ്റിൻ്റെ പാർട്ടാവാം. അപ്പോൾ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് എന്താണ്, ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എന്ത് വേണം? ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റി വേണമെന്നുള്ളത്. മൂന്നാമത്തെ കാര്യമാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 പേരും അവരുടെ സ്വയം ഇഷ്ടപ്രകാരമായിരിക്കണം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരാൾ നമുക്ക് വസ്തു എഴുതി തരാമെന്ന് പറഞ്ഞു, അയാൾ നമ്മൾ പറഞ്ഞ വിലയ്ക്ക് തരുന്നില്ല, നമ്മൾ അയാളെ ഗുണ്ടകൾ വിട്ട് ഭീഷണിപ്പെടുത്തി എന്ത് ചെയ്തു? ആ വസ്തു എഴുതി വാങ്ങിച്ചു. അയാൾ എല്ലായിടത്തും ഒപ്പിട്ടൊക്കെ തന്നു. നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ കൊടുക്കുകയും ചെയ്തു. എങ്കിൽ പോലും നമ്മൾ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തിയാണ് അയാൾ ആ വസ്തു എഴുതി തന്നതെന്ന് അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, അതിനാണ് ഈ കൊയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൊയേഷനിലൂടെയാണ് നമ്മളത് നേടിയെടുത്ത് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ എന്ത് പറയാം? ഫ്രീ കൺസെൻറ്റോട് കൂടി അല്ല ആ ഒരു കോൺട്രാക്റ്റ് ഉണ്ടായതുകൊണ്ട് ആ കോൺട്രാക്റ്റ് എന്താവും? വോയിഡ് ആവും, വാലിഡ് അല്ലാതെ ആവും. അപ്പോൾ 2 വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ എന്ത് വേണം? 2 പേരും ഫ്രീ കൺസെൻറ്റോടെ, പരമപരമായ എത്ര ഫ്രീഡം ഉള്ളൊരു പിന്നെ ഇഷ്ടത്തോടെ കൂടി ചെയ്തതാവണം. അത് കൊയേഷനിലൂടെ നേടിയതാവാൻ പാടില്ല, അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ നേടിയതാവാൻ പാടില്ല. ഓക്കെ, നമുക്കുള്ള ഇൻഫ്ലുവൻസിനെ ദുരുപയോഗം ചെയ്ത് നേടിയതാവാൻ പാടില്ല. ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റിയിലൂടെ, മിസ്റെപ്രസെൻറ്റേഷനിലൂടെ ഒന്നും നേടിയതാവാൻ പാടില്ല. അതൊക്കെ പ്രോപ്പറായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ബേസിക് കോൺസെപ്റ്റ് ഇതാണ്. നമ്മൾ സ്വയം ഇഷ്ടപ്രകാരം ആയിരിക്കണം ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്. അതിന് പിന്നിൽ എന്തെങ്കിലും ഫോഴ്സസ് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ദുരുപയോഗം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിന് എന്തെന്ന് പറയാം? വോയിഡ് എന്ന് പറയാം, വാലിഡ് അല്ലാത്ത കോൺട്രാക്റ്റ് എന്ന് പറയാം. ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ്. 4ാമതൊരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, ലീഗലായിരിക്കണം. ഓക്കെ, ഇല്ലീഗലായിട്ടുള്ള സാധനങ്ങളോ കൺസിഡറേഷൻ ആകാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. മനസ്സിലായില്ല? നമ്മുടെ എഴുതപ്പെട്ട നിയമമോ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിലുള്ള വിശ്വാസങ്ങളോ തെറ്റെന്ന് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ ഒരു ലോയിലൂടെ ഒരു കോൺട്രാക്റ്റിലൂടെ നമ്മൾ നടത്താൻ പാടില്ല. ഈ മേജർ 4 കാര്യങ്ങളാണ് ഒരു എഗ്രിമെൻറ്റിന് എന്താക്കി മാറ്റുന്നത്? കോൺട്രാക്റ്റാക്കി മാറ്റുന്നത്. ഏറ്റവും ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഒരു കൺസിഡറേഷൻ ഉണ്ടാവണം, പിന്നെ ഫ്രീ കൺസെൻറ്റ് ഉണ്ടാവണം, കപ്പാസിറ്റി ഉള്ളവർ തമ്മിലായിരിക്കണം, പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ലീഗാലിറ്റി. ഈ 4 കാര്യങ്ങൾ ഉറപ്പായിട്ട് ഓർമ്മ വെച്ചേക്ക്. എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഓക്കെ.